നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. പാലിയേക്കരയിൽ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിൽ ദേശീയപാത അതോറിറ്റിക്കെതിരെ ഹൈക്കോടതി തുടർച്ചയായി വിമർശനം ഉന്നയിച്ചിരുന്നു. ദേശീയപാത അതോറിറ്റി 1 മാസം മുൻപ് നൽകിയ വാക്ക് പാലിച്ചില്ലെന്ന് കോടതി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2 ആഴ്ചയ്ക്കകം പ്രശ്നം പരിഹരിക്കാനാകുമെന്നാണ് 1 മാസം മുൻപ് അറിയിച്ചത്. 2 ആഴ്ചയ്ക്കകം പ്രശ്നം പരിഹരിക്കുമെന്ന് ഇപ്പോഴും പറയുന്നു. എത്ര നാൾക്കകം പ്രശ്നം പരിഹരിക്കാനാകുമെന്നും കോടതി ചോദിച്ചു. 3 ആഴ്ചയ്ക്കകം പ്രശ്നം പരിഹരിക്കുമെന്നും ബദൽ സംവിധാനം എന്ന നിലയിൽ സർവീസ് റോഡ് ഒരുക്കിയിട്ടുണ്ടെന്നും ദേശീയപാത അതോറിറ്റി അറിയിക്കുകയും ചെയ്തു. തകർന്ന ദേശീയപാതയിലെ ടോൾ പിരിവാണ് പ്രശ്നമെന്ന് പറഞ്ഞ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പൗരന്മാരാണ് ബാധ്യതയേൽക്കേണ്ടി വരുന്നതെന്നും വിമർശിച്ചു. ഹർജികൾ ബുധനാഴ്ച കോടതി വീണ്ടും പരിഗണിച്ചപ്പോഴായിരുന്നു നിർണായക ഉത്തരവുണ്ടായത്. കോടാലി ഗവൺമെന്റ് LP സ്കൂളിലെ ഓഡിറ്റോറിയത്തിനുള്ളിലെ സീലിംഗ് അടർന്നു വീണു. ജിപ്സം ബോർഡ് കൊണ്ട് നിർമ്മിച്ച സീലിംഗ് ബുധനാഴ്ച പുലർച്ചെയാണ് പൂർണ്ണമായി നിലം പൊത്തിയത്. രാത്രിയിൽ വലിയ ശബ്ദം കേട്ടതായി പരിസരവാസികൾ പറഞ്ഞു. സീലിംഗിൽ ഘടിപ്പിച്ചിരുന്ന ഫാനുകളും ഇതോടൊപ്പം പൊട്ടിവീണിട്ടുണ്ട്. രാത്രിയിലായതിനാൽ വൻ ദുരന്തം മാറി. അധ്യയന ദിവസങ്ങളിൽ ഇതിനുള്ളിൽ കുട്ടികൾ ഉണ്ടാവാറുണ്ട്. വിദ്യാലയത്തിലെ പരിപാടികൾക്ക് പുറമെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളും പൊതുപരിപാടികളും നടക്കാറുള്ളതും ഈ ഓഡിറ്റോറിയത്തിലാണ്. 2015 പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 52 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഓഡിറ്റോറിയം പണി പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയത് 2023 കോസ്റ്റ് ഫോർഡിനായിരുന്നു നിർമ്മാണ ചുമതല. ഓഡിറ്റോറിയത്തിന്റെ GI ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയിൽ നേരത്തെ ചോർച്ച കണ്ടതിനെ തുടർന്ന് അന്നത്തെ PTA അധികൃതരെ വിവരമറിയിക്കുകയും കോസ്റ്റ് ഫോർഡ് പ്രതിനിധികൾ എത്തി ചോർച്ച പരിഹരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും ചോർച്ചയുണ്ടായതാകാം സീലിംഗ് അടർന്നു വീഴാൻ കാരണമായതെന്നാണ് സംശയിക്കുന്നത്. കോടാലി ഗവൺമെന്റ് പ്രൈമറി സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് പൂർണ്ണമായും തകർന്നു വീണതിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ആവശ്യപ്പെട്ടു. 54 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തിയിൽ വൻ അപാകതയാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഓഡിറ്റോറിയത്തിന്റെ മറ്റു ഭാഗങ്ങളിലും അപകടാവസ്ഥയിലാണെന്നും DCC ജനറൽ സെക്രട്ടറി ആരോപിച്ചു. കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CH സാദത്ത് എന്നിവരും സ്ഥലം സന്ദർശിച്ചു. 54 ലക്ഷം രൂപ മുടക്കി കോടാലി LP സ്കൂളിൽ പണിത ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് ആണ് പരിപൂർണമായും ഇവിടെ തകർന്നു വീണിരിക്കുന്നത്. കോസ്റ്റ് ഫോർഡ് ആണ് ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരുന്നത്. ഇത് വലിയ അഴിമതിയുടെ ഒരു പര്യായമായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കീഴിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും അത് ജനോപകാരപ്രദമായ വികസന പ്രവർത്തനത്തിനേക്കാൾ ഉപരി അത് CPMന് പണം ഉണ്ടാക്കാനുള്ള ഒരു ഏജൻസി മാത്രമായി കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ അധപ്പതിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ദൃഷ്ടാന്തമാണ് കോടാലി LP സ്കൂളിലെ ഈ പിഞ്ചു കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിലെ നിർമ്മാണ പ്രവർത്തനത്തിൽ പോലും കാണുന്ന അപാകത. പാഴായിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി സ്ത്രീയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ. പാഴായി സ്വദേശി തമിഴൻ വീട്ടിൽ 23 വയസ്സുള്ള വിഷ്ണുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആഗസ്റ്റ് 4 സംഭവം. പാഴായി സ്വദേശിയായ സ്ത്രീയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പരാതിക്കാരിയുടെ മകനോട് പ്രതി പണം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പണം നൽകിയില്ല. ഇതേ തുടർന്നുള്ള വൈരാഗ്യത്താൽ അസഭ്യം പറഞ്ഞും ഭീഷണിപ്പെടുത്തിയും വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന വിറകെടുത്ത് പ്രതി പരാതിക്കാരിയെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വിഷ്ണു പുതുക്കാട് മാള പോലീസ് സ്റ്റേഷനിലായി 2 അടിപിടി കേസിലും 2 മോഷണ കേസിലും പ്രതിയാണ്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ പ്രദീപ്, ലാലു, GASI ജോബി, SCPO അരുൺ, CPOമാരായ യദു, ഫൈസൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
മാള മാണിയംകാവിൽ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട ബസ്സുകൾക്ക് തീ പിടിച്ചു. ഒരു ബസ് പൂർണ്ണമായും കത്തി നശിച്ചു. ചാലക്കുടി റൂട്ടിൽ സർവീസ് നടത്തുന്ന സുഹൈൽ എന്ന ബസ്സാണ് കത്തി നശിച്ചത്. മറ്റു ചില ബസ്സുകൾക്കും നാശനഷ്ടം സംഭവിച്ചു. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ചൊവ്വാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു സംഭവം. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9340 രൂപയും പവന് 74,720 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.